ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പുതിയ പ്രഭാതത്തിലേക്ക് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരും കൊണ്ടുവന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും ക്ഷേമത്തോടും അനുഗ്രഹത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങളെ ഓർത്ത് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്കും തരുന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. വാട്സാപ്പ് ഗ്രൂപ്പിനകത്തുള്ള എല്ലാവരെയും ഓർത്ത് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെയാണ് ഞാനുമായി ബന്ധപ്പെടുന്ന എല്ലാ അഭിഷിക്തന്മാരെയും എല്ലാ സഹോദരിമാരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും വിശ്വസ്തയോടുകൂടി ദൈവവേല ചെയ്ത് ദൈവത്തിൻ്റെ ആലയത്തിൽ എപ്പോഴും നല്ലൊരു കാവൽക്കാരിയായി ഇരിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങളുടെ സമസ്ത മേഖലയിലും ദൈവം അനുഗ്രഹിക്കട്ടെ. 2024 കാണാത്ത ചില ദൈവിക നന്മകൾ 2025 തുടക്ക മാസത്തിൽ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. ക്രിസ്തുവിൻ്റെ വചനം സകല ഐശ്വര്യത്തോടും നമ്മളിൽ നിറയുവാൻ വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. കാരണം പൗലോസ് അതാ പറഞ്ഞിരിക്കുന്നു, ക്രിസ്തുവിൻ്റെ വചനം സകല ഐശ്വര്യത്തോടും നമ്മുടെ അകത്ത് നിറയണം. ദൈവത്തിൻ്റെ വചനം ഐശ്വര്യമാണ്, അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ദിവസങ്ങൾ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചാണ്. പ്രാർത്ഥനയെ പല രീതിയിലുമാണ് പുതിയ നിയമത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇന്ന് പകലിലും അതിൽ ഒരു നല്ലൊരു വ്യാഖ്യാനം എടുത്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും തന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് നേരിട്ട് ആ വചനത്തിലേക്ക് കടന്നു പോകാം. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം ആകാത്ത വൃക്ഷമൊക്കെയും ആകാത്ത ഫലം കായ്ക്കുന്നു. പ്രാർത്ഥനാ ജീവിതത്തിൽ ഏറ്റവും ശക്തമായ ഒരു ഫലമാണ്. നമ്മൾ ദൈവത്തിൻ്റെ ഫലങ്ങളാണ്, നമ്മൾ ദൈവത്തിൻ്റെ ഫലമാണ് എന്ന് നമ്മൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്. കാരണം നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു. അപ്പം പ്രാർത്ഥനാ ജീവിതം നമ്മുടെ അകത്ത് വെളിപ്പെട്ട് വന്നാൽ നമ്മൾ ആരുടെയും കുറ്റം പറയത്തില്ല, കുറവ് പറയത്തില്ല, ആരെയും വിമർശിക്കത്തില്ല, ആർക്കും അടിപ്പാര വയ്ക്കത്തില്ല, ആരുടെയും ശുശ്രൂഷ തകർക്കത്തില്ല. യഥാർത്ഥ പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ ക്രിസ്തുവിലാണ് നോക്കി പ്രാർത്ഥിക്കുന്നത്. കാരണം യേശുവുമായിട്ടുള്ള ബന്ധം അവൻ സ്ഥാപിച്ചെടുക്കുമ്പോൾ ഈ ലോകത്തിലുള്ള ഒരു സംവിധാനവും അവനെ എന്ത് ചെയ്യത്തില്ല, അവനെ ഭയപ്പെടുത്തുകയില്ല. കാരണം ഒരുത്തൻ മറ്റൊരുത്തന് എന്തായി മാറും, വിധേയപ്പെടുന്നവനായി മാറും. ഇവിടെ ഇത് നല്ല വൃക്ഷമൊക്കെ നല്ല ഫലം കായ്ക്കുന്ന 2025 നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായി മാറുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന ഒരു വൃക്ഷമാണ്. കാരണം ആ വൃക്ഷത്തിൻ്റെ ഗുണം എന്താണെന്ന് അറിയാമോ? അതിൻ്റെ വേര് ആഴങ്ങളിലേക്ക് ഇറങ്ങുക മാത്രമല്ല, അതിൻ്റെ ഫലം അനേകം പേര് ഭക്ഷിക്കുവാൻ ഇടയായിത്തീരും. നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. നല്ല ഫലം കായ്ക്കുന്ന ഒരു വ്യക്തിയായി, വ്യക്തിത്വമായി, ഒരു സഭയായി, ഒരു അഭിഷിക്തനായി ഒക്കെ മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടാതെ നമ്മളിലേക്ക് തന്നെ വിരൽ ചൂണ്ടിയിട്ട് ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോടുകൂടി ചെയ്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുറ്റും ഇരുന്ന് പ്രാർത്ഥിച്ച് നെടുമ്പാറ വീണ് മാനസാന്തരപ്പെട്ട് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു പരിച്ഛേദന ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നുവെങ്കിൽ നിശ്ചയമായും 2024 കാണാത്ത ചില ദൈവിക നന്മകൾ കൊണ്ട് ദൈവം നിങ്ങളെ അലങ്കരിക്കും. ഐശ്വര്യമായി ദൈവം നിങ്ങളെ വഴി നടത്തും ഈ ദിവസങ്ങളിൽ. അതുകൊണ്ട് നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായും നല്ല ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങളുമായും അനേകം കിളികൾക്കും അനേകം പക്ഷികൾക്കും അനേകം പ്രാണികൾക്കും അനേകം വ്യക്തികൾക്കും നിങ്ങളൊരു ഫലമായി മാറട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഞാൻ വിളിച്ചു പറയുന്നു. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഈ ദിവസങ്ങൾ നമുക്ക് വേണമോ എങ്കിൽ നമ്മൾ നല്ല ഫലം കായ്ക്കുന്നവരായി മാറണം. അങ്ങനെ നല്ല ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമായി മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ എല്ലാ ദിവസവും നാമേൻ പ്രാർത്ഥന ഒരു വെള്ളമാണ്, ഒരു പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. ആ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ അകത്ത് വെളിപ്പെട്ടാൽ ആ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ക്യാരക്ടർ മാറും, നമ്മുടെ മൈൻഡ് സെറ്റപ്പ് മാറും. അങ്ങനെ എല്ലാവരെയും നമുക്ക് യേശുവിനെ പോലെ കാണുവാൻ കഴിയും. അങ്ങനെ യേശുവിനെ പോലെ കാണുന്ന നല്ല ഫലം കായ്ക്കുന്ന നല്ല വ്യക്തികളായി, വ്യക്തിത്വങ്ങളായി നിങ്ങളും ഞാൻ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മേ ഗോഡ് ബ്ലസ് യു. ജീസസ് ലവ്സ് യു. ഗോഡ് ബി വിത്ത് യു.